മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള അർജുനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ഷിരൂർ മേഖലയിൽ തുടരുന്നുണ്ട്. കരയിൽ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ലോറി കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഗംഗാവാലി പുഴയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അരുൺ പൂപ്പറമ്പ് നമ്മളോടൊപ്പം ചെയ്തുകൊണ്ട്. അരുൺ, നേരത്തെ രാവിലെ മുതൽ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ ഗംഗാവാലി പുഴയിൽ പരിശോധന നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ, അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഉപകരണങ്ങളെല്ലാം എത്തിച്ച് പരിശോധന കുറെ കൂടി ഊർജിതപ്പെടുത്താനാണല്ലോ 8-ാം നാളിലെ നീക്കം. എന്തായി പരിശോധന? ഗോപികൃഷ്ണൻ, ഈ കരയിലെ തെരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചിടത്തൊന്നും ലോറി കണ്ടെത്താത്തതിനെ തുടർന്ന് ഇന്നലെ തന്നെ അവിടുത്തെ മണ്ണുകളെല്ലാം നീക്കം ചെയ്തു. പിന്നെ ഈ പുഴയോരത്തെ മണ്ണ് നീക്കം ചെയ്ത് അവിടെ കുറച്ചുകൂടി ഒരു ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം ഈ മലയാളി രക്ഷാപ്രവർത്തകരായിട്ടുള്ളവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവരെ ഉൾപ്പെടെ, അതായത് മലയാളികളായിട്ടുള്ള നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സജീവമായി രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരെ ഒന്നും ഇന്ന് അവിടത്തേക്ക് പ്രവേശിപ്പിച്ചില്ല, ഈ സംഭവ സ്ഥലത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അർജുന്റെ ബന്ധു ജിതിനെ മാത്രമാണ് നിലവിൽ ഈ സംഭവ സ്ഥലത്തേക്ക് ഇന്ന് പ്രവേശിപ്പിച്ചത്. മാധ്യമ പ്രവർത്തകരെയും പ്രവേശിപ്പിച്ചില്ല. ഇപ്പോൾ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഗംഗാവലി പുഴയിലാണ് ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ രാവിലെ തന്നെ എത്തി അവരുടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ആ പുഴയുടെ വിവിധ വശങ്ങളിലായി വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ മൺകൂനകളാണ്. നിലവിലിപ്പോൾ ഇവിടെ സച്ചിൻ ദേവ് MLA ഉൾപ്പെടെവരുണ്ട്. ഇവിടെ അവർ അപകട സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ചാണ്. ലിൻഡോ ജോസഫ് MLA ഉൾപ്പെടെ ഉണ്ട്. എങ്ങനെ MLA അവിടെ പോയി സന്ദർശിച്ചു, എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ കരയിലെ തെരച്ചിലേറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവർ റോഡ് ക്ലിയറിലേക്ക് പോയിട്ടുണ്ട്. നദിയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അവിടെ സന്ദർശിച്ച ശേഷം എന്താണ്? അവിടെ നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ പോലെ തന്നെ ഭീകരമായ ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ കാര്യക്ഷമമായി അതിൻ്റെ തെരച്ചിൽ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിലും ആവശ്യപ്പെടുന്നത്. പരമാവധി അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. കേരള ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ്റുമായി ആവശ്യമായ കമ്മ്യൂണിക്കേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സഹായമെല്ലാം പരമാവധി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഏറെക്കുറെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളിപ്പോൾ നേരത്തെ ജില്ലാ കളക്ടറെ വിളിച്ചിരുന്നു. ഇപ്പം നേരിൽ ജില്ലാ കളക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. ആധികാരികമായി എന്തൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തന നടപടിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിനും തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുന്നത്. പ്രധാനമായും മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ അവർ ഈ ആവശ്യപ്പെട്ട സംവിധാനങ്ങൾ പോലും അവർക്ക് ഒരുക്കി നൽകിയില്ല. അവിടെ ഇനിയും മണ്ണ് നീക്കാനുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ആ നടപടിയിലേക്കൊന്നും പോകില്ല. ഇപ്പം എന്തായാലും ഇവിടുത്തെ സംവിധാനങ്ങൾ പൂർണ്ണമായും റെസ്ക്യൂ ഓപ്പറേഷൻ പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥിതി കൂടിയുണ്ട്. ജില്ലാ കളക്ടർ മുന്നിൽ നിർദ്ദേശമായി വെക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. പരമാവധി ഇപ്പോൾ കേരളത്തിൽ നിന്നും പ്രത്യേക ട്രെയിനിങ് കിട്ടിയ, സ്വയം സന്നദ്ധമായി ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പരിശീലനം നേടിയ നിരവധി പേർ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അവരെ ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാം നേതൃത്വത്തിൽ, അവരുടെ നിയന്ത്രണത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഫലപ്രദമായി വിന്യസിക്കാൻ കഴിഞ്ഞാൽ കുറെ കൂടി വേഗതയിൽ നമുക്ക് ഈ രക്ഷാപ്രവർത്തന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതുന്നത്. ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അവർ MLA മാർ ഇപ്പോൾ അപകട സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് ഇവരുടെ നിർദ്ദേശങ്ങൾ അവർ ജില്ലാ കളക്ടറെ അറിയിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർക്കൊന്നും അങ്ങോട്ട് അനുവാദം നൽകിയില്ല. നേവിയുടെ തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹൈ വിസിബിൾ ആയിട്ടുള്ള സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വിവിധ വശങ്ങളിലായി അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. സൈന്യവും ഈ അവരുടെ തെരച്ചിൽ സമാന്തരമായി അവരും നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം ഇപ്പോഴും പങ്കുവെക്കാനില്ല. ഇപ്പോൾ എന്തായാലും ഗംഗാവലി പുഴയിലാണ് ഈ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത്. അപ്പോഴും വളരെ ദുഷ്കരമാണത്. കഴിഞ്ഞ കുറേ ദിവസമായി
ആ പുഴയുടെ ഒരു ഗതി നമുക്കറിയാം. വലിയ തോതിൽ ആ പുഴ ഗതി മാറി ഒഴുകി അതിൻ്റെ മറുകരയിലുണ്ടായ വലിയ ദുരന്തത്തെപ്പറ്റി നേരത്തെ നമ്മൾ ആ വിവരങ്ങളൊക്കെ പങ്കുവച്ചതാണ്. അത്തരത്തിലൊരു സ്ഥിതി ആ പുഴയിലുണ്ട്. അതിനെയൊക്കെ മറികടന്ന് നിലവിലെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് എത്രത്തോളം ഈ തെരച്ചിലിൽ പുരോഗതി ഉണ്ടാകും എന്ന് നമുക്കതിലൊരു വ്യക്തതയില്ല. എന്തായാലും നമ്മളതിൽ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പങ്കുവെക്കാനുമാകും. ഗോപികൃഷ്ണൻ. അരുൺ പൂപ്പറമ്പ, ഇപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗംഗാവാലിയിലേക്ക് ഈ മുഴുവൻ ദൗത്യ സംഘത്തിൻ്റെയും പരിശോധന അവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ പ്രതിസന്ധി ഒരുപാടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 25 മീറ്റർ ആഴത്തിൽ വെള്ളം ഈ മണ്ണ് വീണ് കിടക്കുന്ന സാഹചര്യമുണ്ട്. അതിനടിയിലേക്കൊക്കെ അർജുൻ പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുക വളരെ ദുഷ്കരമായിരിക്കും എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരച്ചിൽ അർജുനെ കണ്ടെത്തപ്പോൾ ഒരു സ്ത്രീയുടെ മൃതശരീരം കിട്ടി. ഇനിയിപ്പോൾ 3 പേരെ കുറിച്ച് ഇനിയും വിവരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇതിനൊരു തെളിച്ചം ഉണ്ടാകുന്നത് വരെ, ഒരു വ്യക്തത ഉണ്ടാകുന്നത് വരെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നതാണോ ദൗത്യ സംഘത്തിന്റെ തീരുമാനം? ഗോപികൃഷ്ണൻ, ഇന്നലെ ഈ അപകട സ്ഥലത്ത് നിന്നും ഏകദേശം 40 മീറ്ററോളം മാറി ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. അവരുടെ സോണാർ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ചായിരുന്നു ആ ഒരു മേഖലയിലായിരുന്നു അവരുടെ രാവിലത്തെ തെരച്ചിലുണ്ടായിരുന്നത്. ആ രാവിലത്തെ തെരച്ചിൽ ഇപ്പോൾ ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടു. നമുക്ക് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ലോറിയുടെ സാന്നിധ്യം അങ്ങനെ എന്തെങ്കിലും ഒന്നും കണ്ടെത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല. പക്ഷേ സൈന്യവും നേവിയും അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ പുഴയിൽ എന്തായാലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പുഴയിലെ തെരച്ചിൽ ഇത് കണ്ടെത്തുന്നത് വരെ തുടരും എന്നതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അവർ അതിനുവേണ്ടി കൂടുതൽ സംവിധാനങ്ങളൊക്കെ ഇന്ന് എത്തിച്ചു എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അപ്പോഴും നമുക്ക് ആ തെരച്ചിലിൻ്റെ വേഗതയെ സംബന്ധിച്ചൊക്കെ മറിച്ചും അഭിപ്രായങ്ങളുണ്ട്. കാരണം ഇന്ന് രാവിലെയും കുറച്ചധികം വൈകിയാണ് ഈ നേവിയുടെയൊക്കെ തെരച്ചിൽ പ്രായോഗികമായി തുടങ്ങിയത്. അവർ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഈ പുഴയിലിറങ്ങി അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മുങ്ങൽ വിദഗ്ധരെയൊക്കെ ഉപയോഗിച്ച് അവരുടെ തെരച്ചിൽ പ്രായോഗികമായി തുടങ്ങിയത് കുറച്ചുകൂടി വൈകിട്ടാണ്. അപ്പോൾ അരുൺ, ഏതായാലും അരുൺ പറയുന്നത് പോലെ തന്നെ ദുഷ്കരമാണ് ഈ തിരച്ചിൽ. എങ്കിലും ഈ ഗംഗാവാലി പുഴയിൽ നടത്തുന്ന തിരച്ചിലിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അർജുനെ കുറിച്ച് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. ആ പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഈ മണിക്കൂറുകൾ, ഈ ദിവസങ്ങളൊക്കെ പിന്നിട്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ നിന്ന്. ഷിരൂരിൽ 24-ന്റെ പ്രത്യേക റിപ്പോർട്ടിംഗ് സംഘം അവിടെ തുടരുകയാണ്. ദൗത്യ സംഘത്തിന്റെ തിരച്ചിലിന്റെ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്.